നിയുക്ത മന്ത്രി ശ്രീ പി കെ ബഷീറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബഷീർക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങളാണ്. നമ്മൾ പ്രചരണത്തിൻ്റെ സമയത്ത് തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു നേട്ടത്തിലേക്ക് അങ്ങ് എത്തുമെന്ന്. എങ്ങനെയാണ് അതിനുള്ള പ്രതികരണം? വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വാപ്പാനെ സ്മരിക്കുകയാണ്. ഈ പാർട്ടിക്ക് വേണ്ടി എൻ്റെ വാപ്പയും എൻ്റെ കുടുംബവും ഒക്കെ ചെയ്ത സേവനങ്ങൾ എൻ്റെ പാർട്ടി ഞങ്ങളൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും പാർട്ടി ചേർത്ത് പിടിച്ചു. ഞാൻ 4 പ്രാവശ്യം ഏറനാടിൻ്റെ MLA ആണ്. എനിക്ക് എക്സ്റ്റൻഷൻ തന്നു. 4ാമതും പാർട്ടി മത്സരിപ്പിച്ചു. അതിനൊക്കെ പാണക്കാട് തങ്ങന്മാരോടും സാദിഖ് തങ്ങളോടും നേതാക്കന്മാരോടൊക്കെ എല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ജനങ്ങളാണ് നമ്മുടെ ശക്തി. വാപ്പ സാധാരണക്കാരനായിട്ട് ജനിച്ചതായിരുന്നു. സാധാരണക്കാരുടെ ഉൾവികാരങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ജയിച്ചത്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ ഗുരു എൻ്റെ വന്ദനായ പിതാവ് സീതിയാജി തന്നെയാണ്. ഞാൻ എത്ര ഉന്നത സ്ഥാനങ്ങളെത്തിയാലും സാധാരണക്കാരെ പാവപ്പെട്ടവനെ ഒരിക്കലും ഞാൻ മറക്കില്ല. അതുപോലെ തന്നെ നാടിൻ്റെ വികസന പ്രദേശങ്ങളിലൊക്കെ ആളുകൾ വികസനം അതുപോലെ ക്ഷേമം കാര്യങ്ങൾ ഒക്കെ എത്തിക്കാൻ കാരുണ്യമാണ് നമ്മുടെ ഒരു പൊതുജീവിതത്തിൽ എനിക്കൊരു മുഖമുദ്രയുള്ളത്. കാരണം ഞാൻ ഒരു ക്യാൻസർ ആശുപത്രി നടത്തുന്നുണ്ട്, ഡയാലിസിസ് സെൻ്റർ നടത്തുന്നുണ്ട്, സീതിയാജി ചാരിറ്റീസിൽ. അതൊക്കെ നമ്മൾ എന്ത് പൊതുപ്രവർത്തനം നടത്തിയാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് നന്മ ഉണ്ടാവും. വികസനം കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ എല്ലാവരെയും പ്രയാസപ്പെടുന്നവരൊക്കെ ഇവിടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ എല്ലാം നമുക്ക് സാധിക്കില്ല. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുക, ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക. എൻ്റെ വന്ദനായ പിതാവ് ഞാൻ 1983-84 കാലഘട്ടത്തിൽ ഇടവണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഒരു അനുഭവം പറയുകയാണ്. ഞാൻ വീട്ടിൽ ഞങ്ങൾ തറവാട്ടിൽ താമസിക്കുകയാണ്. അപ്പം അങ്ങനെ സിഗരറ്റ് വലിച്ച് ചേസ് സ്മോക്കറായിരുന്നു. 100 സിഗരറ്റ് ഡെയിലി വലിക്കുന്ന ഒരാളായിരുന്നു. സിഗരറ്റ് ഇങ്ങനെ വെച്ചിട്ടുമ്പോൾ ഒരാൾ എൻ്റെ വന്ന് എന്നെ കണ്ടുപോയി. അപ്പം ഞാൻ ചെറുപ്രായം. അപ്പം എന്നോട് ചോദിച്ചു, എന്തിനാ അയാൾ വന്നത് ചോദിച്ചു. അപ്പം കാലം വെച്ചു, ചങ്ങായി ഇവിടെ വാറുന്നു. അപ്പോൾ അപ്പം എൻ്റെ സംസാരിച്ച് എന്തിനാണ് വന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞങ്ങനെ ബാങ്കിൽ നിന്ന് ഒരു ലോണ് കൊടുക്കാണ്ട് അയാളുടെ ആധാരത്തിന് ചെറിയ ലീഗൽ പ്രശ്നമുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഇവിടെ വരുന്നത്. ഒരു കാര്യമുണ്ട്, ഒരാൾ വരുന്നത് പോലെ എവിടെയെങ്കിലും ബസ്സിന് പൈസ കടം വാങ്ങിയിട്ടേക്കാരും അല്ലെങ്കിൽ നടന്ന് വരേക്കാരും. വരുന്ന ആൾക്കാരോട് കാര്യങ്ങൾ കേട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അവർക്ക് കേൾക്കുമ്പോഴുള്ള വിഷമം ഉണ്ടാവുള്ളൂ. ആരെയും 10 പ്രാവശ്യം ഒരു കാര്യത്തിന് നടത്തരുത്. പിന്നെ അവരുടെ പിരാക്കം, അതായത് അവരുടെ ശാപം നമുക്ക് ഉണ്ടായത് അത് എപ്പോഴും ശ്രദ്ധിക്കണം ജീവിതത്തിലാണ്. ഞാനത് അക്ഷരം പ്രതി പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ രാഷ്ട്രീയ ഗുരു എൻ്റെ വാപ്പയാണ്. അങ്ങനെ പറ്റി തന്നെ പറയണേ. പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു ആവശ്യത്തിന് വേണ്ടി, മണ്ഡലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മന്ത്രിമാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു MLA ആയിരുന്നു അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങ് മന്ത്രിയുടെ ഒരു ചുമതലയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലുള്ളത്? മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും നമുക്കൊരു ബാധിച്ചൊരു ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പൊതുജീവിതത്തിൽ ഒരാൾക്ക് കിട്ടാവുന്നതിന് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ. ഇപ്പം പെട്ടെന്ന് മന്ത്രിയായി ആയിട്ടല്ലേ ഉള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ പഠിച്ചൊക്കെ പലപ്പോഴും ഈ ചർച്ചകൾ പല പേരിലും വരുമ്പോൾ അങ്ങയുടെ പേര് ഇല്ല എന്ന തരത്തിലേക്കൊരു സൂചന വന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അങ്ങയുടെ പിതാവിന് ലഭിക്കാത്തൊരു അംഗീകാരം അങ്ങേക്ക് ലഭിക്കേണ്ടത് മലപ്പുറത്തിൻ്റെ ഏറനാടിൻ്റെ ആവശ്യമായിട്ടൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടത്. എങ്ങനെയാണ് അങ്ങയോടുള്ള ആ ഒരു സ്നേഹത്തോടുള്ള പ്രതികരണത്തെയൊക്കെ കാണുന്നത്? അല്ല, എല്ലാവർക്കും നമ്മൾ അവരുടെ കൂടെ ജീവിക്കല്ലേ, അവരുടെ കൂടെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നമ്മൾ സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ. അതാണ് ജനങ്ങളാണ് നമ്മൾ ഉൾക്കരുത്ത്, പാർട്ടിക്കാരും പൊതുസമൂഹമാണ് നമ്മൾ ഉൾക്കരുത്ത്. എനിക്ക് കക്ഷി ഒരു സ്ഥാനത്തെത്തിയാൽ ഞാൻ MLA ആയാലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും ആ സ്ഥാനത്തെത്തിയാൽ പിന്നെ നമ്മളെല്ലാവരുടെയും പ്രതിനിധിയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. ആശയങ്ങളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പറ്റില്ല എന്ന് പറയുന്ന ഒരു മന്ത്രിയായിരിക്കും അല്ലേ? അല്ല, പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ആളുകളെ വെറുതെ നിങ്ങളൊരു കാര്യം എടുത്ത് വന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ 100% അത് നടപ്പാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ വെറുതെ ഒരു 10 പ്രാവശ്യം നടത്തിക്കുന്നത്? നമുക്ക് ഉള്ളിലൊന്നും പുറത്തൊന്നും അത് നമുക്ക് കഴിയില്ല. നമുക്കകം പുറം ഒരേ മാതിരിയാണ്. എന്താണെങ്കിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ പേരൊക്കെ അങ്ങയുടെ പേരിൽ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ സൂചനകളുണ്ടോ? ഒരു സൂചന തന്നില്ല. അതൊക്കെ പാർട്ടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് മുഖ്യമന്ത്രി കേട്ടോ. എന്താണെങ്കിലും ഒരിക്കലും കൂടി അഭിനന്ദനങ്ങൾ. വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ തീർച്ചയായും അടയാളപ്പെടുത്താനാകട്ടെ. താങ്ക് യു. വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ഓർമ്മകൾ, അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ അതൊക്കെ കൂടി അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. ഈ ഒരു നിമിഷം ഏറെ വിലപ്പെട്ടതാണെന്ന് പി കെ ബഷീർ വ്യക്തമാക്കി. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.